വീണ്ടും ഒരു സോളോ യാത്ര. ഡെക്കാൻ്റെ ഹൃദയഭൂമികളിലൂടെയാണ് ഇത്തവണത്തെ യാത്ര. 2026 മെയ് 3 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. മഞ്ചേരിയിൽ നിന്ന് നേരിട്ടുള്ള ബസ്സിൽ കോഴിക്കോടെത്തി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ 7:30 എത്തേണ്ട മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് കുറച്ച് നേരൊക്കെ വൈകി 7:40 അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഓടിക്കേറി. ആദ്യമൊക്കെ നല്ല തിരക്കിന്. കണ്ണൂരൊക്കെ എത്തിയപ്പോൾ ഒന്ന് ചെറുതായി തിരക്കൊക്കെ കുറഞ്ഞു. ഇരിക്കാനൊക്കെ ഒന്ന് സീറ്റൊക്കെ കിട്ടി. 11:50 ആയപ്പോൾ ട്രെയിൻ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞായറാഴ്ച ആയതിനാൽ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലുകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ലായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒരു ബസ്സിൽ ഉള്ളാൾ ദർഗയിലേക്ക് പോയി. ഉള്ളാൾ ദർഗയിലെത്തിയപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒപ്പം പോയി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ കരുതിയാണ്ട് വന്നതേന്. അപ്പോൾ അവിടെ ട്രെയിൻ നിൽക്കുന്നുണ്ടപ്പോൾ ഓടി കയറുകയായിരുന്നു ചെയ്തത്. ഉള്ളാൾ ദർഗയിൽ കഞ്ഞിയും പയറും അച്ചാറൊക്കെ കൂട്ടി നല്ലപോലെ കഴിച്ചു. ഞാൻ രണ്ടാമത് വാങ്ങുകയും ചെയ്തു. നല്ല വിശപ്പുണ്ടായി. കഞ്ഞിയൊക്കെ വയറ് അരച്ച് കഴിച്ചതിന് ശേഷം ദർഗൻ്റെ അടുത്തുള്ള ക്ലോക്ക് റൂമിൽ നിന്ന് ഒരു കുളിയും പാസ്സാക്കി. അങ്ങനെ ആ ക്ഷീണം ഫുള്ള് പമ്പ കടന്നു. ഉള്ളാളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുത്തുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി റളിയല്ലാഹു അൻഹു തങ്ങൾ 400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്നുമാണ് ഉള്ളാളിലെത്തുന്നത്. ഉള്ളാളിലും പരിസര പ്രദേശങ്ങളിലും ഇസ്ലാമിക പ്രബോധനം നടത്തിയ മദനി തങ്ങൾ ജനഹൃദയങ്ങൾ കീഴടക്കി. ഇവിടെ നടക്കാറുള്ള ഉറൂസ് പ്രസിദ്ധമാണ്. ദർഗക്കുള്ളിലെ കാഴ്ചകളെ കണ്ടതിന് ശേഷം ഉള്ളാളിന്ന് ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ വണങ്ങി. വൈകുന്നേരം 4:45 മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന വിജയപുര എക്സ്പ്രസ്സിന് ബീജാപ്പൂരിൽ ലക്ഷ്യാക്കിയാണ് അടുത്ത യാത്ര. 2 വർഷം മുമ്പ് ഈ ട്രെയിനിൽ പോയപ്പോൾ രാത്രി ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ പാർസൽ വാങ്ങിയിട്ടായിരുന്നു ട്രെയിനിൽ കയറിയത്. ട്രെയിനിൽ വെച്ചൊരു പരിപ്പാടൊക്കെ വാങ്ങി കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതിനാൽ ഗ്രൗണ്ടിൽ ആളുകളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ചകളും കണ്ടങ്ങനെ ട്രെയിൻ നീങ്ങി തുടങ്ങി. രാത്രിയിലെ ഭക്ഷണം പൊറോട്ടയും കടലക്കറിയായിരുന്നു. അത് പാർസലാക്കിയത്. അതും കഴിച്ച് അന്നത്തെ ഉറക്കം ട്രെയിനിലാക്കി.